നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കനത്ത മഴയിൽ ചാലക്കുടി പുഴ കരകവിഞ്ഞ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. 3 ഇടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. അയ്യന്തോളിൽ ഗവർണർക്കെതിരെ SFI പ്രതിഷേധം. ശക്തമായ കാറ്റിൽ വരന്തരപ്പിള്ളി കാരികുളം കടവിൽ വ്യാപക നാശനഷ്ടം. ജാതി, തെങ്ങ്, കവുങ്ങ്, വാഴ തുടങ്ങി നിരവധി കാർഷിക വിളകൾ നശിച്ചു. കനത്ത മഴയിൽ നന്ദിക്കരയിൽ വീട് തകർന്നു വീണു. ചാലക്കുടി നഗരസഭ മഴക്കാല പൂർവ്വ ശുചീകരണവും പ്രതിരോധ പ്രവർത്തനവും അവലോകനവും നടത്തി. സെന്റ് ജെയിംസ് മെഡിക്കൽ അക്കാദമിയിൽ വിദ്യാർത്ഥിനികളുടെ ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു. വിശദമായ വാർത്തയിലേക്ക്. കനത്ത മഴയിൽ ചാലക്കുടി പുഴ കരകവിഞ്ഞ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. 3 ഇടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. വെള്ളം കയറിയതിനെ തുടർന്ന് 3 സ്ഥലത്ത് ഗതാഗതം തടസ്സപ്പെട്ടു. ചാലക്കുടി നഗരസഭ, മേലൂർ, പരിയാരം പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലായി 73 കുടുംബങ്ങളെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയത്. നഗരസഭയിലെ കൂടപ്പുഴ കുട്ടാടം പാടശേഖരത്തിൽ നിന്നുള്ള 11 വീട്ടുകാരെ NSS ഹാളിലേക്കും പരിയാരം മംഗലം കോളനിയിലെ 13 കുടുംബങ്ങളെ സെയിന്റ് ജോർജ് സ്കൂളിലേക്കും മാറ്റി പാർപ്പിച്ചു. മേലൂർ ഡിവൈൻ നഗർ കോളനിയിലെ 49 വീട്ടുകാരെ മാറ്റിയിട്ടുണ്ട്. ചാലക്കുടി റെയിൽവേ അടിപ്പാതയിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. ചാലക്കുടി കൊടുങ്ങല്ലൂർ റൂട്ടിലെ വെള്ളാഞ്ചിറ റോഡിലും വെള്ളം കയറി. തച്ചുടപ്പറമ്പ് റോഡും വെള്ളം കയറി ഗതാഗതം നിലച്ചു. വ്യാഴാഴ്ച പുലർച്ചെ പെരിങ്ങൽകുത്ത് ഡാമിന്റെ എമർജൻസി ഷട്ടർ തുറന്നതോടെയാണ് ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് അളവിന്റെ 7.10 മീറ്റർ കടന്നത്. പദ്ധതി പ്രദേശത്ത് കനത്ത മഴയുമുണ്ടായി. എന്നാൽ പുലർച്ചെ മുതൽ ഡാമിൽ വെള്ളം താഴ്ന്നു തുടങ്ങി. നിലവിൽ ഗുരുതരമായ അവസ്ഥയില്ല. മംഗലം കോളനിയിലെ വീട്ടുകാരെ ബുധനാഴ്ച രാത്രി തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയെന്ന് പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസ് പറഞ്ഞു. ചാലക്കുടി നഗരസഭയിലെ ദുരിത പ്രദേശങ്ങളിൽ നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ എത്തി രക്ഷാപ്രവർത്തനം നടത്തി. അയ്യന്തോളിൽ ഗവർണർക്കെതിരെ SFI പ്രതിഷേധം. അയ്യന്തോൾ ലോ കോളേജ് ജംഗ്ഷനിൽ വെച്ചാണ് ഗവർണറുടെ വാഹന വ്യൂഹം കടന്നു പോകുന്നതിനിടെ SFI പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ഭരണഘടനയുടെ ആമുഖം ഉയർത്തിപ്പിടിച്ച് പ്രതിഷേധിച്ച SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ശക്തമായ കാറ്റിൽ വരന്തരപ്പിള്ളി കാരികുളം കടവിൽ വ്യാപക നാശനഷ്ടം. ജാതി, തെങ്ങ്, കവുങ്ങ്, വാഴ തുടങ്ങി നിരവധി കാർഷിക വിളകൾ നശിച്ചു. കഴിഞ്ഞ രാത്രിയിലുണ്ടായ കാറ്റിലാണ് പ്രദേശത്ത് നാശം സംഭവിച്ചത്. മരങ്ങൾ വീണ് വൈദ്യുതി കമ്പികൾ പൊട്ടിവീണു. 5 മിനിറ്റോളം ആഞ്ഞു വീശിയ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴുകയായിരുന്നു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ചെമ്മനാടൻ സുരേഷ്, എടത്താടൻ രജീഷ്, മുളയ്ക്കൽ തങ്കമ്മ, ജോബി ആറ്റുപുറം എന്നിവരുടെ പറമ്പുകളിലാണ് കൂടുതലായി നാശനഷ്ടം സംഭവിച്ചത്. വീടുകൾക്ക് മുകളിലും മരങ്ങൾ വീണെങ്കിലും കേടുപാടുകൾ സംഭവിച്ചില്ല. കനത്ത മഴയിൽ നന്ദിക്കരയിൽ വീട് തകർന്നു വീണു. നന്ദിക്കര റെയിൽവേ ഗേറ്റിന് സമീപം താമസിക്കുന്ന പറമ്പത്ത് ഗംഗാധരന്റെ ഓടിട്ട വീടാണ് പൂർണ്ണമായും തകർന്നു വീണത്. വൃക്കരോഗ ബാധിതനായ ഗംഗാധരനും ഭിന്നശേഷിക്കാരനായ മകനും വീടിനകത്ത് ഉണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. മേൽക്കൂരയുൾപ്പെടെ നിലം പതിച്ചതോടെ വീട്ടുപകരണങ്ങളെല്ലാം നശിച്ചു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വീട്ടിൽ ഗംഗാധരനും ഭാര്യയും 2 മക്കളുമാണ് താമസം. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഗംഗാധരൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് വീട്ടിലെത്തിയത്. അപകടം നടക്കുന്ന സമയത്ത് ഗംഗാധരനും മകനും അടുക്കളയിലായിരുന്നു. വീട് വീഴുന്ന ശബ്ദം കേട്ടെങ്കിലും പുറത്തേക്കിറങ്ങാൻ കഴിയാതെ നിന്ന ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു.
പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ്, വാർഡ് മെമ്പർ എൻ.എം. പുഷ്പാകരൻ, വില്ലേജ് അധികൃതർ എന്നിവർ സ്ഥലത്തെത്തി വീട്ടുകാരെ നന്ദിക്കര സർക്കാർ സ്കൂളിലേക്ക് താൽക്കാലികമായി മാറ്റിപ്പാർപ്പിച്ചു. ചാലക്കുടി നഗരസഭ മഴക്കാലപൂർവ്വ ശുചീകരണവും പ്രതിരോധ പ്രവർത്തനവും അവലോകനവും നടത്തി. അതിഥി തൊഴിലാളി ക്യാമ്പുകളിൽ സമഗ്ര പരിശോധന നടത്താൻ തീരുമാനമെടുത്തു. മഴവെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നവർക്കും അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റാതിരിക്കുന്നവർക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കും. നഗരസഭാ പ്രദേശത്തെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനവും പ്രതിരോധ പ്രവർത്തനവും ഊർജിതമാക്കാനും നഗരസഭയിൽ നടന്ന യോഗം തീരുമാനിച്ചു. നിലവിൽ നഗരസഭയും വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളും ഡിപ്പാർട്ട്മെന്റുകളും നടത്തിയ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി. സെയിന്റ് ജെയിംസ് മെഡിക്കൽ അക്കാഡമിയിൽ വിദ്യാർത്ഥിനികളുടെ ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു. സെയിന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിന്റെയും സെയിന്റ് ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചത്. കോളേജ് അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു. മാർ പോളി കണ്ണുകാടൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഡോക്ടർ മേഴ്സി പി.ജെ., ഡോക്ടർ രാജശ്രീ ആർ.എസ്. എന്നിവർ മുഖ്യാതിഥികളായി. ഡോക്ടർ സിസ്റ്റർ ജിജിമോൾ മാത്യു നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കും ഡോക്ടർ കെ കൃഷ്ണകുമാർ ഫാർമസി വിദ്യാർത്ഥികൾക്കും പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഡോക്ടർ ആന്റു ആലപ്പാടൻ, ഫാദർ സോജോ കണ്ണമ്പുഴ പ്രസ്തുത ചടങ്ങിൽ വിദ്യാർത്ഥിനികളുടെ അവാർഡുകൾ വിതരണം ചെയ്തു. ഡോക്ടർ സിസ്റ്റർ ജിജിമോൾ മാത്യു സെയിന്റ് ജെയിംസ് മെഡിക്കൽ അക്കാഡമിയുടെ അക്കാഡമിക് മികവുകളുടെ സംക്ഷിപ്ത രൂപം അവതരിപ്പിച്ചു. ഡോക്ടർ കെ കൃഷ്ണകുമാർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഡോക്ടർ ക്രിസ്റ്റി ആന്റണി നന്ദി പ്രകാശിപ്പിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 9,070 രൂപ, പവന് 72,560 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനത്ത മഴയിൽ ചാലക്കുടി പുഴ കരകവിഞ്ഞ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. അയ്യന്തോളിൽ ഗവർണർക്കെതിരെ SFI പ്രതിഷേധം. ശക്തമായ കാറ്റിൽ വരന്തരപ്പിള്ളി കാരികുളം കടവിൽ വ്യാപക നാശനഷ്ടം. ജാതി, തെങ്ങ്, കവുങ്ങ്, വാഴ തുടങ്ങി നിരവധി കാർഷിക വിളകൾ നശിച്ചു. കനത്ത മഴയിൽ നന്ദിക്കരയിൽ വീട് തകർന്നു വീണു. ചാലക്കുടി നഗരസഭ മഴക്കാലപൂർവ്വ ശുചീകരണവും പ്രതിരോധ പ്രവർത്തനവും അവലോകനവും നടത്തി. സെയിന്റ് ജെയിംസ് മെഡിക്കൽ അക്കാഡമിയിൽ വിദ്യാർത്ഥിനികളുടെ ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോം ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.